വീണുപോയ ഒരു ഇസ്രായേൽ, അവരെ എഴുന്നേൽപ്പിക്കുവാൻ പരിശ്രമിക്കുന്ന ഒരു ദൈവം. ഇതാണ് ഹോശയ്യായുടെ പുസ്തകം 14-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. പ്രവാചകൻ ഇസ്രായേലിനോടായി പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട്, സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. ഇവിടെ രണ്ട് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒന്ന്, ഇസ്രായേലിന്റെ വീഴ്ചയ്ക്ക് കാരണം അവരുടെ അകൃത്യങ്ങളായിരുന്നു. രണ്ട്, അനുതാപ ഹൃദയത്തോടെ യഹോവയിലേക്ക് വന്നാൽ വീണവരെ എഴുന്നേൽപ്പിച്ച് അവരുടെ അകൃത്യങ്ങളെല്ലാം മോചിച്ച് കൃപയോടെ കൈക്കൊള്ളുവാൻ ദൈവത്തിന് പ്രസാദമുണ്ട്. അകൃത്യം ഇസ്രായേൽ ജനം വച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന്റെ കോപമുണ്ടാകുമെന്നും, എന്നാൽ തന്റെ ജനം മടങ്ങി വരുവാൻ തീരുമാനിച്ചാൽ ദൈവം അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുമെന്നും, ദൈവത്തിന്റെ കോപം വിട്ടുമാറിയിരിക്കിയാൽ തന്റെ ജനത്തെ ദൈവം ഔദാര്യമായി സ്നേഹിക്കുമെന്നും, ദൈവം ഇസ്രായേലിന് ഒരു മഞ്ഞ് പോലെയും ഇസ്രായേൽ താമര പോലെ പൂത്ത് ലബാനോൻ വനം പോലെ വേരൂന്നുമെന്നും പ്രവാചകൻ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹം മഞ്ഞുപോലെ നമുക്ക് ചുറ്റും കിടക്കുക, നാമോ പൂത്തുലഞ്ഞ് ഒരു വനം പോലെ ആയിത്തീരുക. ഇതെത്ര സൗഭാഗ്യകരമായ ഒരു അവസ്ഥയാണെന്ന് ചിന്തിക്കുക. ഇതൊരു ജ്ഞാനമത്രേ. ഈ ഒരു ജ്ഞാനം ഗ്രഹിക്കണമെങ്കിൽ, ഈ ഒരു അറിവ് ലഭിക്കണമെങ്കിൽ ജ്ഞാനിക്കും വിവേകിക്കും മാത്രമേ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകൻ പറയുന്നു. യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായ നാം ആരും തന്നെ ഭോഷന്മാരും വിഡ്ഢികളുമല്ല. കാര്യങ്ങളെ വിവേചിച്ചറിയുവാൻ തക്ക ജ്ഞാനവും വിവേകവും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം നമ്മെ വിട്ടുമാറുവാൻ, അവന്റെ സ്നേഹം മഞ്ഞുപോലെ നമ്മിലേക്ക് വീഴുവാൻ, നാം പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു വനം പോലെയാകുവാൻ, നാം വീണയിടത്തു നിന്നും അനുതാപ വാക്യങ്ങളോടെ എഴുന്നേറ്റ് ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ തയ്യാറാകുക. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.